നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കൂരിരുട്ടിൽ കൊടുംവനത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന്? കയ്യിൽ ഭക്ഷണമില്ല, ആയുധങ്ങളിൽ എന്തിന് ഒരു ദിശ പോലും ഇല്ലാതെ 1981 ബൊളീവിയൻ കാടുകളിൽ വെച്ച് 22 വയസ്സുള്ള ഒരു യുവാവിന് സംഭവിച്ചത് അതാണ്. ശരീരം തളരുമ്പോഴും മനസ്സുകൊണ്ട് പൊരുതിയ അതിജീവനത്തിന്റെ അവിശ്വസനീയമായ കഥ. ഇത് യോസി ഗിൻസ്ബർഗിന്റെ കഥയാണ്. കേൾക്കാം, ദ ഹിസ്റ്റോറിയൻ. 1981 ബൊളീവിയയിലെ ലാപാസ്, പൊടിയും പുകയില്ലാത്ത തീയും നിറഞ്ഞ സാഹസികരുടെ പറുദീസ. 22 വയസ്സുള്ള ഇസ്രായേലി യുവാവ് യോസി ഗിൻസ്ബർഗ് അവിടെ എത്തിയത് വിനോദസഞ്ചാരികൾ പതിവായി പോകുന്ന സ്ഥലങ്ങൾ കാണാനായിരുന്നില്ല. ഇസ്രായേലി നേവിയിലെ കഠിനമായ സേവനത്തിന് ശേഷം അവന്റെ ആത്മാവ് തേടിയത് അവിസ്മരണീയമായ എന്തോ ഒന്നായിരുന്നു. കുറ്റകൃത്യങ്ങളും ലഹരിയും നിറഞ്ഞ ആ നഗരത്തിലെ തെരുവുകളിൽ അവൻ അലഞ്ഞു. അവിടെ വെച്ചാണ് അവൻ മാർക്കസ് എന്ന ശാന്തനായ സ്വിസ് അധ്യാപകനെയും കെവിൻ എന്ന അമേരിക്കൻ ഫോട്ടോഗ്രാഫറെയും കണ്ടുമുട്ടുന്നത്. അവരുടെ സൗഹൃദം പെട്ടെന്ന് വളർന്നു. എന്നാൽ അവരുടെ വിധിയെ മാറ്റി എഴുതിയത് ആ നാലാമനായിരുന്നു, കാൾ ഒരു സാധാരണക്കാരനായിരുന്നില്ല. അയാളുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു താൻ ഒരു ജിയോളജിസ്റ്റ് ആണെന്ന്. ഒരു ഭൂപടം നിവർത്തിവെച്ച് ആമസോൺ കാടുകളിൽ പുറലോകം കണ്ടിട്ടില്ലാത്ത സ്വർണ്ണ നിക്ഷേപങ്ങളെക്കുറിച്ചും ടോറോമോണസ് എന്ന നിഗൂഢ ഗോത്രവർഗത്തെക്കുറിച്ചും അയാൾ അവരോട് വർണ്ണിച്ചു. ആരും കാണാത്ത സ്വർഗം, കാൾ പറഞ്ഞു. പക്ഷേ അവിടേക്ക് പോകാൻ ചങ്കൂറ്റം വേണം. ആ വാക്കുകളിൽ യോസി വീണുപോയി. അവന്റെ ഉള്ളിലെ സാഹസികൻ ഉണർന്നു. അവർ 4 പേരും ആവേശത്തോടെ യാത്ര തിരിച്ചു. ചെറിയൊരു വിമാനത്തിൽ അപ്പോളോ എന്ന ഗ്രാമത്തിലേക്കും അവിടെ നിന്ന് കാൽനടയായി ആമസോണിന്റെ ഹൃദയത്തിലേക്കും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ സ്വർഗതുല്യമായിരുന്നു. കാടിന്റെ അനന്തമായ പച്ചപ്പ്, അപൂർവമായ കിളികളുടെ ശബ്ദം, കാട്ടരുവികളിലെ തണുത്ത വെള്ളം. എന്നാൽ കാട് പതുക്കെ അതിന്റെ മുഖംമൂടി അഴിച്ചു മാറ്റി. ഭക്ഷണം തീർന്നു തുടങ്ങി. വിശപ്പ്, അത് മനുഷ്യനെ മൃഗമാക്കുന്ന ഒന്നാണ്. വിശപ്പ് മാറ്റാൻ അവർ കാട്ടിലെ കുരങ്ങുകളെ വെടിവെച്ച് കൊന്നു തിന്നേണ്ടി വന്നു. പൂർണ്ണമായും വേവാത്ത കുരങ്ങിന്റെ മാംസം കഴിക്കുമ്പോൾ മാർക്കസ് കരയുകയായിരുന്നു. അവൻ ഒരു സസ്യാഹാരിയായിരുന്നു. കുരങ്ങിനെ തിന്നാൻ അവൻ വിസമ്മതിച്ചു. ഇത് കാളും മാർക്കസും തമ്മിലുള്ള ആദ്യത്തെ വിള്ളലായി. കാൾ മാർക്കസിനെ നിരന്തരം പരിഹസിച്ചു. നിനക്ക് ഈ കാട് പറ്റിയതല്ല, നീ വെറും ഒരു ഭാരമാണ്, അയാൾ കുറ്റപ്പെടുത്തി. യാത്ര ദുസ്സഹമായി. മഴക്കാടുകളിലെ ഈർപ്പം മാർക്കസിന്റെ കാലുകളെ കാർന്നു തിന്നു. ട്രെഞ്ച് ഫുഡ് എന്ന രോഗം പിടിപെട്ടു. കാലുകൾ വ്രണങ്ങളാൽ നീരുവെച്ച് പൊട്ടി. ഓരോ അടിയും അവൻ നരകവേദനയായിരുന്നു. ഏറ്റവും വലിയ ആഘാതം അതല്ലായിരുന്നു. കാൾ പറഞ്ഞ സ്വർണ്ണഗ്രാമം എങ്ങും കണ്ടില്ല. കാളിന് വഴി തെറ്റിയെന്ന് കെവിനും യോസിക്കും മനസ്സിലായി. കാൾ ഒരു ജിയോളജിസ്റ്റ് അല്ലെന്നും അയാൾക്ക് കാടിനെ കുറിച്ച് വലിയ അറിവില്ലെന്നും അവർ സംശയിച്ചു തുടങ്ങി. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സംഘം കാടിനുള്ളിൽ വെറും ഇരകളാണ്. അസാരിയാമാസ് എന്ന ഗ്രാമത്തിൽ വെച്ച് ആ വലിയ തീരുമാനം എടുത്തു. ഇനി മുന്നോട്ടു പോകാൻ മാർക്കസിന് കഴിയില്ല. അവർ പിരിയണം. യോസിയുടെ ആശയം ഇതായിരുന്നു. കാളും മാർക്കസും തിരിച്ച് കാൽനടയായി അപ്പോളിലേക്ക് പോകും. എന്നാൽ യോസിയും കെവിൻ ഒരു ചെങ്ങാടം കെട്ടി ടോയിച്ചി നദിയിലൂടെ താഴേക്ക് പോകും. കാളിന് നീന്തൽ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അയാൾ നദിയിലൂടെ വരാൻ ഭയപ്പെട്ടത്. നദിക്കരയിൽ വെച്ച് അവർ കൈകൊടുത്ത് പിരിഞ്ഞു. മാർക്കസിന്റെ സങ്കടം നിറഞ്ഞ മുഖം യോസി അവസാനമായി കണ്ടു. അതൊരു യാത്രയയപ്പല്ല, മരണത്തിലേക്കുള്ള വിടവാങ്ങലായിരുന്നു എന്ന് യോസി അറിഞ്ഞിരുന്നില്ല. യോസിയും കെവിനും മരത്തടികൾ കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടത്തിൽ യാത്ര തുടങ്ങി. കാറ്റിന്റെ വേഗതയും നദിയുടെ ഒഴുക്കും അവർക്ക് ആവേശം നൽകി. എന്നാൽ സാൻ പെഡ്രോ മലയിടുക്കുകൾ എത്താറായപ്പോൾ നദി വന്യമായി. വെള്ളത്തിന് ഭീകരമായ വേഗത. ഇടുങ്ങിയ പാറകൾക്കിടയിലൂടെ വെള്ളം കുത്തിയൊലിക്കുന്നു. ഒരു വലിയ പാറക്കെട്ടിന് മുന്നിൽ അവരുടെ ചെങ്ങാടം നിയന്ത്രണം വിട്ടു. വെള്ളം അവരെ ചുഴറ്റിയടിച്ചു. കെവിൻ നീന്തി കരയിലേക്ക് കയറി. അവൻ യോസിയെ നോക്കി അലറി, യോസി ചാടു, കരയിലേക്ക് നീന്തു. പക്ഷെ യോസിക്ക് കഴിഞ്ഞില്ല. ചെങ്ങാടം പാറയിലിടിച്ചു തകർന്നു. യോസി വെള്ളച്ചാട്ടത്തിലേക്ക് വീണു. കുത്തിയൊലിക്കുന്ന വെള്ളം അവനെ വിഴുങ്ങി. പാറകളിൽ ഇടിച്ചും വെള്ളത്തിൽ മുങ്ങിയും അവൻ താഴേക്ക് ഒഴുകിപ്പോയി. യോസി ഉണരുമ്പോൾ നദിക്കരയിൽ തനിച്ചായിരുന്നു. ചുറ്റും ഘോരവനം മാത്രം. കയ്യിൽ ഒന്നുമില്ല, ഭക്ഷണമില്ല, കത്തിയില്ല, കോമ്പസില്ല. ഉള്ളത് നനഞ്ഞ വസ്ത്രങ്ങളും പോക്കറ്റിൽ ഒരു ലൈറ്റർ, കൊതുകിനെ ഓടിക്കുന്ന സ്പ്രേയും മാത്രം. ആദ്യ ദിവസങ്ങളിൽ അവൻ പ്രതീക്ഷ കൈവിട്ടില്ല. കെവിൻ വരും, അവൻ എന്നെ ഉപേക്ഷിക്കില്ല, അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. നദിക്കരയിലൂടെ അവൻ നടന്നു. പക്ഷേ കാട് അവനെ പരീക്ഷിക്കാൻ തുടങ്ങി. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൻ കണ്ട കിഴങ്ങുകളും പച്ചമുട്ടകളും തിന്നു. ഒരു രാത്രി കൂരിരുട്ടിൽ യോസി ഒരു ശബ്ദം കേട്ടു. ഇലകൾ അനങ്ങുന്ന ശബ്ദം. ടോർച്ചില്ലാത്തത് കൊണ്ട് അവന് ഒന്നും കാണാൻ കഴിയുമായിരുന്നില്ല. പെട്ടെന്ന് ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ അവൻ അത് കണ്ടു. ഒരു ജാഗ്വർ, ആമസോണിലെ ഏറ്റവും വലിയ വേട്ടക്കാരൻ. അത് അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ഭയം കൊണ്ട് യോസിയുടെ രക്തം മരവിച്ചു. അവൻ തന്റെ കയ്യിലുള്ള സ്പ്രേയും ലൈറ്ററും എടുത്തു. ജാഗ്വർ ചാടാൻ തയ്യാറെടുത്തു. ആ നിമിഷം അവൻ സ്പ്രേയിലേക്ക് തീ കൊളുത്തി. ഒരു ഫ്ലെയിം ത്രോവർ ഉണ്ടാക്കി. തീനാളം കണ്ട് പേടിച്ച ആ മൃഗം ഇരുട്ടിലേക്ക് ഓടിപ്പോയി. ദിവസങ്ങൾ കടന്നുപോയി. ശരീരം തോറ്റു തുടങ്ങി. അവന്റെ നെറ്റിയിൽ വലിയൊരു മുഴ വന്നു. അത് പഴുത്തു വേദനിക്കാൻ തുടങ്ങി. പരിശോധിച്ചപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അതൊരു കുരുവായിരുന്നില്ല. തൊലിക്കടിയിൽ പുഴുക്കൾ വളരുകയായിരുന്നു. അവ അനങ്ങുന്നത് അവൻ അനുഭവിക്കാൻ കഴിയുമായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ, മരവിപ്പിക്കാൻ മരുന്ന് പോലുമില്ലാതെ ആ പുഴുക്കളുടെ വിരലുകൾ കൊണ്ട് സ്വയം പുറത്തെടുത്തു.
ക്ഷീണം കാരണം ഒരു മരത്തിന്റെ ചുവട്ടിൽ അവൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഉണർന്നത് ദേഹം മുഴുവൻ തീ പോലെ നീറുന്ന വേദനയുമായിട്ടാണ്. ആയിരക്കണക്കിന് ഉറുമ്പുകൾ അവന്റെ ശരീരത്തിലൂടെ അരിച്ചു കയറുന്നു. അവൻ നദിയിലേക്ക് എടുത്തു ചാടി. വേദനയും ചൊറിച്ചിലും കൊണ്ട് അവൻ അലറിക്കരഞ്ഞു. ശരീരം മുഴുവൻ ചുവന്നു തടിച്ചു. ഏകാന്തത അത് പട്ടിണിയേക്കാൾ ഭീകരമാണ്. യോസിക്ക് സമനില തെറ്റി തുടങ്ങി. അവൻ താൻ തനിച്ചല്ലെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അവൻ സങ്കല്പിച്ചു. രാത്രികളിൽ അവൻ അവളോട് സംസാരിച്ചു. പേടിക്കേണ്ട, നമ്മൾ രക്ഷപ്പെടും, അവൻ അവളോട് പറഞ്ഞു. പകൽ അവൾക്കു വേണ്ടി വഴി കാട്ടിക്കൊടുത്തു. മരിക്കാതിരിക്കാൻ മനസ്സ് കണ്ടെത്തിയ ഒരു വിദ്യയായിരുന്നു അത്. അവസാന ദിനങ്ങളിൽ വലിയൊരു മഴ വന്നു. നദി കര കവിഞ്ഞൊഴുകി. യോസി ചെളിയിൽ പതിഞ്ഞുപോയി. അനങ്ങാൻ പോലും കഴിയാത്ത മരണത്തെ മുഖാമുഖം കണ്ട് അവൻ കിടന്നു. വിശപ്പ് മാറി, ശരീരം മരവിച്ചു. ഇതാണ് അവസാനം എന്ന് അവൻ ഉറപ്പിച്ചു. ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു, ദയവായി മരണം വേഗത്തിലാക്കൂ. പക്ഷേ കെവിൻ വിശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. കരയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട കെവിൻ റൂറ റെനാബാക് എന്ന പട്ടണത്തിലെത്തി. യോസി മരിച്ചു കാണുമെന്ന് നാട്ടുകാർ വിധിയെഴുതി. ആ മലയിടുക്ക് കടന്ന് ആരും ജീവനോടെ വരില്ല, അവർ പറഞ്ഞു. പക്ഷേ കെവിൻ വിശ്വസിച്ചില്ല. അവൻ ടീക്കോ എന്ന പരിചയസമ്പന്നനായ ഒരു വേട്ടക്കാരനെ കണ്ടുപിടിച്ചു. അവർ ഒരു വഞ്ചിയിൽ നദിയിലൂടെ മുകളിലേക്ക് യാത്ര തിരിച്ചു. 3 ദിവസത്തെ തിരച്ചിലിൽ എങ്ങും യോസിയെ കണ്ടില്ല. ഒടുവിൽ ടീക്കോ പറഞ്ഞു, ഇനി പ്രതീക്ഷയില്ല, നമുക്ക് തിരിച്ചു പോകാം, ഇന്ധനം തീരാറായി. കെവിൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ഒരേ ഒരു വട്ടം കൂടി നമുക്ക് ആ നദിക്കരയിൽ നോക്കാം. യോസി മരണത്തിന്റെ വക്കീലായിരുന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു ഇരമ്പൽ കേൾക്കുന്നത്. അതൊരു വണ്ടിന്റെ മൂളലാണോ, അതോ കാടിന്റെ മാഴയാണോ? അല്ല, അതൊരു എഞ്ചിന്റെ ശബ്ദമാണ്. അവൻ സർവ്വശക്തിയുമെടുത്ത് എഴുന്നേറ്റു. കൈകൾ വീശി. പക്ഷെ തൊണ്ടയിൽ നിന്ന് ശബ്ദം വന്നില്ല. അവൻ വേച്ചു മുന്നോട്ട് നടന്നു. ടീക്കോ, അവിടെ നോക്കൂ, നദിക്കരയിൽ എന്തോ അനങ്ങുന്നു. അത് യോസിയാണ്. കെവിൻ വഞ്ചിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി നീന്തി. എല്ലും തൂലുമായി പുഴുവരച്ച ശരീരവുമായി നിൽക്കുന്ന തന്റെ സുഹൃത്തിനെ അവൻ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. 20 ദിവസത്തെ നരകയാതനയ്ക്ക് ശേഷം യോസി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. യോസി രക്ഷപ്പെട്ടു. എന്നാൽ കാളും മാർക്കസും എവിടെ? കെവിനും യോസിയും പിന്നീട് പലതവണ കാളിനെയും മാർക്കസിനെയും തേടി കാട്ടിലേക്ക് പോയി. പക്ഷെ ആ കാട് അവരെ എന്നേക്കുമായി വിഴുങ്ങിയിരുന്നു. അവരുടെ ഒരു അംശം പോലും ഇന്നേ വരെ ആർക്കും ലഭിച്ചിട്ടില്ല. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. കാൾ എന്ന പേരിൽ ഒരു ജിയോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ല. അയാൾ ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പാവം മാർക്കസ് ആ കാടിന്റെ നിഗൂഢതയിൽ എവിടെയോ മരിച്ചു വീണ് കാണും. ആമസോൺ ആർക്കും പിടികൊടുക്കാത്ത പ്രഹേളികയാണ്. യോസി ഗിൻസ്ബർഗിന്റെ ഈ കഥ മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും പ്രകൃതിയുടെ കരുത്തിന്റെയും നേർസാക്ഷ്യമാണ്. അതിജീവനം അത് ശരീരത്തിന്റെ അല്ല, മനസ്സിന്റെ പോരാട്ടമാണ്.